മാംഗല്യം 29. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. ആലോചിച്ചു നോക്കിയാൽ വലിയ സംഭവമൊന്നുമല്ല. വിളക്ക് വെച്ചിരിക്കുന്നതിന്റെ അടുത്തായി താഴത്തെ തിണ്ണയിലിരിക്കണം. ഏതാണ്ടൊക്കെ നാമം കഴിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യാം. അത്രയുമൊക്കെ കാര്യമുള്ളൂ എന്നറിയാം. 4 ചുവട്ടടി വെച്ചാൽ ഇരിക്കുകയും ചെയ്യാം. പക്ഷേ ആ 4 അടിക്ക് 400 മീറ്റർ നീളമുള്ള പോലെ തോന്നി ഹരിക്ക്. കുഞ്ഞിപ്പെണ്ണ് വാശിക്ക് കയ്യിൽ വലിക്കുകയാണ് അവൾക്ക് അടുത്തേക്ക് പോയിരിക്കാൻ. മുന്നിലിരിക്കുന്നത് അവളായതുകൊണ്ടാണ് തനിക്ക് അവിടെ വരെ എത്താൻ പറ്റാത്തതെന്ന് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കുക? പക്ഷേങ്കിൽ ഒപ്പം ചെല്ലാമെന്ന് കേറി പറഞ്ഞും പോയി. വല്ലാത്തൊരവസ്ഥയിൽ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്നവനെ മറ്റു രണ്ടുപേരും ഉറ്റുനോക്കി നിന്നപ്പോൾ പാതി മിഴികൾ കൊണ്ടാണെങ്കിലും ഒരുവളുടെ നോട്ടവും അവനിലേക്ക് ഇടയ്ക്കിടെ ചെല്ലുന്നുണ്ടായിരുന്നു. അരി, ബേം, ഇപ്പൊ രാമ തീരും, ബേം വാ അരി. നാമം തീരുന്നതിന് മുന്നേയെങ്കിലും അച്ഛനെ കൊണ്ടുപോയി മണിക്കുട്ടിയുടെ ഒപ്പം ഇരുത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട് കുഞ്ഞ് പിന്നെയും ബഹളം വെക്കാൻ തുടങ്ങി. വരുവാ വരുവാ. രണ്ടും കൽപ്പിച്ച് അവൻ ഒരു ചുവട്ടടി വെച്ചതും കേൾക്കുന്നത് രാമനാമം മുഴുവനായി വേഗത്തിൽ പാടിച്ചൊല്ലിക്കൊണ്ട് മണിക്കുട്ടി എഴുന്നേൽക്കുന്നതാണ്. കണ്ണു, കണ്ണു എന്താ എഴുന്നേറ്റേ? അച്ഛനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചവൾ പെട്ടെന്ന് മണിക്കുട്ടി എഴുന്നേൽക്കുന്ന കണ്ടതും ഹരിയുടെ കൈവിട്ട് അവളുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. അത് നാമം ചൊല്ലിക്കഴിഞ്ഞല്ലോ. അച്ഛനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചവൾ പെട്ടെന്ന് നിന്നു. അപ്പൊ പിന്നെ എഴുന്നേൽക്കണ്ടേ? കുഞ്ഞിന്റെ കവിളിൽ തട്ടി അവളെ എടുക്കാൻ നോക്കിക്കൊണ്ട് മണിക്കുട്ടി പറഞ്ഞതും അവൾ ആ പെണ്ണിന്റെ കൈ ഒരൊറ്റ തട്ടിന് നീക്കി. നോ, കഴിഞ്ഞില്ല, അരി ചൊല്ലിയില്ല. കുഞ്ഞു ചുണ്ട് വിതുമ്പാൻ തുടങ്ങി. ഇത്തിരി മുന്നേ അവൾ നാമം ചൊല്ലിക്കഴിഞ്ഞല്ലോ എന്ന് സമാധാനിച്ച മനസ്സിൽ കുഞ്ഞിന്റെ കരച്ചിൽ വെപ്രാളം തീർത്തു. പൂവേ, പൊന്നെ, ഒരേ നേരം കേട്ട 2 വിളിയിലുണ്ടായിരുന്നത് ഒരുപോലത്തെ സങ്കടം മാത്രമായിരുന്നു. മേന്ത, നാം കൂത്തില്ല, കണ്ണു പറ്റിച്ചു. അടപടലം പിണുങ്ങിയ പോലെ മണിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ഊർന്ന് താഴേക്ക് ഇറങ്ങാൻ നോക്കിയ അവളെ കണ്ടപ്പോൾ മനസ്സിലായി മോള് പിണങ്ങിയെന്ന്. അവളുടെ മുഖത്തെ ചെറിയ മാറ്റം പോലും സഹിക്കാൻ പറ്റാതിരുന്നവൾ പെട്ടെന്ന് താഴേക്കിരുന്നു. കണ്ണിന്റെ പൊന്ന് കരയല്ലേ. എന്താ ഇപ്പൊ എന്റെ പൊന്നിന് വേണ്ടേ? നാമം ചൊല്ലണം, അത്രയല്ലേ ഉള്ളൂ. ബാ, നമുക്ക് നാമം ചൊല്ലാം. തന്റെ കയ്യിൽ നിന്നും ദൂരെ പോകാൻ തുടങ്ങിയ മോളെ പെട്ടെന്ന് എടുത്ത് മടിയിലേക്ക് വെച്ച് മണിക്കുട്ടി പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് സംശയത്തോടെ അവളെ നോക്കി. അരിയോ? അരിയും ചൊല്ലും. അവന്റെ മുഖത്ത് പോലും നോക്കാതെ പറയുന്നതിന്റെ ഒപ്പം തന്നെ കുഞ്ഞിപ്പെണ്ണിനെ മടിയിലേക്ക് പിടിച്ചിരുത്തിയതും അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന അരിയും ആ ഭാഗത്തേക്ക് ചാഞ്ഞുപോയി. കുഞ്ഞിനെ വെറുതെ കരയിപ്പിക്കാതെ മോനും കൂടി ഇരിക്ക്. സീതയും കൂടി പറഞ്ഞതും അവൻ ഇരിക്കാതെ നിവർത്തിയില്ലെന്നായി. അവൾ ഇരുന്നതിലും ഇത്തിരി മാറി അവൻ ചമ്മണപ്പെട്ടിട്ടിരുന്നു. നാളുകൾക്ക് ശേഷമാണ്. കണ്ണു, അരി ഇന്നു, ഇനി രാമ ചൊല്ല്. ഹരി കൂടി ഇരുന്നു എന്ന് കണ്ടതും പെണ്ണ് ഒന്നും കൂടി അവളുടെ മടിയിലേക്കിരുന്നു. ഒപ്പം ഇത്തിരി കൈനീട്ടി അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു. കണ്ണു, രാമ രാമ. രാമ രാമ ചൊല്ലിയില്ലേ പൊന്നെ, ഇനി നമുക്ക് കൃഷ്ണനെ പാടാം. കുഞ്ഞുകൂടി ഉള്ളപ്പോൾ മറ്റെല്ലാം മറക്കുന്നവൾ ഹരിയെപ്പോലും മറന്നുകൊണ്ട് അവളുടെ താടിത്തുമ്പിൽ കൊഞ്ചിച്ച് കവിളിൽ ഒന്നമർത്തി മുത്തി. ഓക്കെ, കൃഷ്ണ മതി. മോൾ അങ്ങനെ പറഞ്ഞതും മണിക്കുട്ടി അവളുടെ 2 കൈയും കൂപ്പിപ്പിടിച്ച് തന്റെ കൈക്കുള്ളിലേക്കാക്കി പിന്നെ മെല്ലെ അവളുമായി ചാഞ്ചാടിക്കൊണ്ട് കൃഷ്ണസ്തുതി ചൊല്ലാൻ തുടങ്ങി. മെല്ലെ ആടിക്കൊണ്ടുള്ള ചൊല്ലലിൽ കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം അങ്ങ് വിടർന്നു. അതേസമയം അവളിലും വിടർന്ന ഒരു മുഖം തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അമ്മ, അമ്മ ചൊല്ലുന്ന പോലെ തന്നെ. അവൻ കണ്ണടച്ച് അമ്മയെ മനസ്സിൽ കണ്ടു. കാര്യം അവൾ രാമനാമം ജപിക്കുമ്പോൾ തന്നെ ആലാപന രീതി കേട്ടിരുന്നുവെങ്കിലും കൃഷ്ണഭക്തിഗാനം ചൊല്ലിയപ്പോൾ ഉണ്ടായ അവളുടെ സ്വരത്തിലെ സന്തോഷവും മുഖവും ഒപ്പം തന്നെ കുഞ്ഞിനെ പിടിച്ചിരുത്തിയ രീതിയുമൊക്കെ ഹരിക്ക് കുറച്ചൊന്നുമല്ല സന്തോഷം നൽകിയത്. എല്ലാത്തിലും ഉപരി അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട രാമനാമം ആണിത്. ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുനാളിൽ അമ്മ തന്നെ മടിയിലെത്തി ചൊല്ലിയ പോലെ അവളും തന്റെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുവെന്ന് തോന്നിയതും ഹരിയുടെ കണ്ണു നിറഞ്ഞു. ഇതിനിടയിൽ എപ്പോഴോ ബാക്കി നാമം കൂടി ചൊല്ലി അവരെഴുന്നേറ്റു. അരി, ബാ, കഴിഞ്ഞു, ഇനി നാളെ ഉള്ളൂ. മോള് തട്ടി വിളിച്ചതും അവനൊന്ന് ഞെട്ടിക്കൊണ്ട് മിഴികൾ താഴ്ത്തി. ഒപ്പം നിറഞ്ഞ കണ്ണുകൾ മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കാൻ എന്ന പോലെ അവൻ പെട്ടെന്ന് ഇടതു തോളിൽ മുഖം അമർത്തി.
പക്ഷേ അവനത് എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചിരുന്നു എങ്കിലും ആ കണ്ണുനീർ അവർ മൂന്നുപേരിൽ നിന്നും ഒളിപ്പിക്കുന്നതിൽ നിന്ന് അവൻ ശരിക്കും പരാജയപ്പെട്ടു പോയി. ആദ്യം നീ ഞങ്ങളെ വെറുതെക്കാരെ പോലെ കാണുന്നത് നിർത്തിയാൽ തന്നെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഹരി. ഇപ്പോഴും നിന്റെ മനസ്സിൽ ഞങ്ങളൊക്കെ അന്യരാണ്. അല്ലെങ്കിൽ പിന്നെ ഇത്രയൊക്കെ പറഞ്ഞാലും കേൾക്കാതിരിക്കുമോ? സങ്കടത്തോടെയുള്ള സീതമ്മയുടെ സംസാരം കേട്ടതും കുഞ്ഞിനെയും കൊണ്ട് പടുക്കിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയവൻ അടുത്ത സ്റ്റെപ്പ് വെക്കാതെ അങ്ങനെ അറച്ചു നിന്നു. ഇനിയിപ്പോ കുഞ്ഞ് ഞങ്ങളോട് കൂടുതൽ അടുക്കുന്നതാണോ ഹരി നിന്റെ പ്രശ്നം? സീതമ്മയുടെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും ഞെട്ടിക്കൊണ്ടാണ് ഹരി അവരെ നോക്കിയത്. സീതേ, ശാസനയോടെയുള്ള ശ്രീധരന്റെ വിളി അപ്പൊ തന്നെ എത്തി. അല്ല പിന്നെ, കൈമളേട്ടന് നമ്മളുടെ അടുക്കത് ഇങ്ങനൊന്നും അടുക്കാൻ മടിയില്ല. അതേസമയം ഇവനോട് വന്നപ്പോൾ മുതൽ ആഹാരം കഴിച്ചിട്ട് പോകാം എന്ന് നമ്മൾ മാറിയും തിരിഞ്ഞും പറയുന്നു. അപ്പോഴൊക്കെ എനിക്ക് വേണ്ട, വിശപ്പില്ല എന്നൊക്കെ അല്ലയോ പറച്ചിൽ. നമ്മളെ ഇവൻ സ്വന്തം പോലെ കണ്ടാൽ അങ്ങനെയൊക്കെ കേറി പറയുമോ? ഇതിപ്പോ പറഞ്ഞു കഴിഞ്ഞ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയാൽ പിന്നെ ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റുവരിക? തന്റെ ഭാഗത്തുള്ള എല്ലാ ന്യായവും അക്കമിട്ട് സീതയുടെ സംസാരം കേട്ടതും ഹരി തലയ്ക്ക് കൈവച്ച് തിരികെ കേറി. ആ ഒരിത്തിരി നേരത്തിനുള്ളിൽ കുഞ്ഞിപ്പാറ്റ അവന്റെ കയ്യിൽ നിന്നും ഊർന്നിറങ്ങി അടുക്കളയിലേക്കും ഓടി. എന്റെ പൊന്ന് സീതമ്മേ, അമ്മ ഇത് എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അമ്മ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മനസ്സിൽ കൂടി കണക്ക് കൂട്ടിയിട്ടില്ല. തന്റെ മനസ്സിനെ എങ്ങനെ അവരുടെ മുന്നിൽ തുറന്നു കാട്ടണമെന്നറിയാതെ ഹരി ശരിക്കും വെപ്രാളപ്പെട്ടു. നോണയാ, എനിക്കറിയാം ഇപ്പോഴും നിന്റെ മനസ്സിൽ ഞങ്ങളെ പ്രതി ഒരു അകൽച്ചയുണ്ടെന്ന്. അത് കേട്ടതും അവന്റെ മുഖം ഒന്ന് താഴ്ന്നു. കാരണം അവര് പറഞ്ഞത് ഒരു പരിധിയിലേറെ സത്യമുള്ള കാര്യമായതുകൊണ്ട് തന്നെ തിരിച്ചു തർക്കിക്കാൻ പറ്റിയില്ല. തോന്നിയില്ല എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. കണ്ടോ കണ്ടോ, മിണ്ടാണ്ട് മുട്ടി നോക്കിയിരിക്കുന്ന കണ്ടോ? താൻ പറഞ്ഞത് സ്ഥിരീകരിക്കാൻ പറ്റിയതിന്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നെങ്കിലും സങ്കടമായിരുന്നു അവരിൽ മുന്നിട്ട് നിന്നത്. അങ്ങനെയൊന്നുമില്ല സീതമ്മേ, എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്നെ വലിയ കാര്യമാണെന്ന്. പക്ഷെ എന്തോ പറ്റുന്നില്ല എന്നെക്കൊണ്ട്. പഴയ പോലെ എല്ലാവരെയും വിശ്വസിക്കാനും ഒരുമിച്ച് കൊണ്ടുപോയി നടക്കാനും ഒന്നും ശരിക്കും പറ്റാത്തോണ്ടാ. ആരെങ്കിലും ഒന്ന് മുഖത്ത് നോക്കി ചിരിച്ചാൽ പോലും മനസ്സിപ്പോഴും അവരിൽ നിന്നൊക്കെ പേടിച്ചോടി ഓടുന്ന നിലയിലാണ് ഞാൻ നിൽക്കുന്നേ. മനഃപൂർവ്വമൊന്നുമല്ല, പക്ഷേ എന്നെ കൊണ്ട് പഴയ പോലെ ആവാൻ കഴിയാത്തത് കൊണ്ടാണ്. അവന്റെ സ്വരം ഇടറി. മിഴിക്കോണിലെ ഒരു തുള്ളി വജ്രത്തെ പോലെ അത് ഒന്ന് തിളങ്ങി. ഏയ്, എന്താടോ, നിന്നെ ഞങ്ങൾക്കറിയില്ലേടാ. നീ പഴയ പോലെ ഒരുപാട് സമയമെടുത്ത് എല്ലാരെയും പതുക്കെ പതുക്കെ മനസ്സിലാക്കി ഒപ്പം കൂട്ടിയാൽ മതി. അതിനി നിന്റെ മനസ്സ് അംഗീകരിക്കാൻ എത്ര നാൾ വേണോ അത്രയും നാളും എടുത്തോണ്ട് തന്നെ. ഞങ്ങളൊക്കെ എന്തായാലും ഇവിടെ തന്നെ കാണും. അതും നിന്നെയും മോളെയും മാഷിനെയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചുകൊണ്ട്. അവസാനം ഞങ്ങളുടെ സ്നേഹം സ്വീകരിച്ച് നീ അറിയാതെ തന്നെ ഞങ്ങളെ സ്നേഹിച്ചു പോകും. ശ്രീധരന്റെ ഉറപ്പോടെയുള്ള സംസാരം കേട്ടതും അവൻ ആ മുഖത്ത് പ്രതീക്ഷയോടെ നോക്കി നിന്നു. ഈ ലോകത്ത് സ്നേഹം കൊടുത്താൽ തിരിച്ചു സ്നേഹിക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ പിന്നെ ഇത്രയും പാവമായ നിന്റെ കാര്യം ഞാൻ വേറെ പറയണോ? അറിയാം മുറിവേറ്റ മനസ്സാണെന്ന്. പക്ഷെ എല്ലാ അമാവാസിക്കും ഒരു പൗർണമി ഇല്ലേ? നിന്റെ മനസ്സിലെ അമാവാസിയും തീരാറായി. ഇനിയിപ്പോ ജീവിതകാലം മുഴുവനും നിന്റെ ജീവിതം പൗർണമിയായിരിക്കും. നീ നോക്കിക്കോ. അത്രയും ഉറപ്പോടെയും ആത്മവിശ്വാസത്തോടെയുമുള്ള ശ്രീധരന്റെ വാക്ക് കേൾക്കെ ഒരു വേള അവൻ പോലും അത് വിശ്വസിച്ചു പോയി. ഇവിടെ നിൽക്കാതെ ബാന്നു പറഞ്ഞു. കണ്ണു വിളിച്ചൂന്നു മാമൻ കഴിച്ചാൻ. കയ്യിലിരിക്കുന്ന പപ്പടം ഇടയ്ക്കിടെ തിന്നുന്നത് കൊണ്ട് തന്നെ പാതിയും മുക്കാലും പപ്പടത്തോടൊപ്പം അവൾ അങ്ങ് വിഴുങ്ങി. ഇനിയിപ്പോ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കേറി വരുമല്ലേ അകത്തോട്ട്. അവന്റെ കയ്യിൽ നിന്ന് പിടിവിടാതെയുള്ള സീതയുടെ ചോദ്യത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ ഹരി തലയാട്ടി. എന്ത് ഭംഗിയാ മോനെ നിന്റെ ചിരി കാണാൻ. എപ്പോഴും നിനക്കിങ്ങനെ അങ്ങ് ചിരിച്ചുകൂടേടാ? അവൻ ചിരിക്കുമ്പോൾ ഇടതുകവളിൽ കാണുന്ന നുണക്കുഴിയും താടിത്തുമ്പിൽ കാണുന്ന ചുഴിയും കണ്ട് അവർ വിടർന്ന കണ്ണുകളോട് ചോദിച്ചതും ആ മുഖത്ത് ഒരു ചിരി മാഞ്ഞു. ഹരി, തന്റെ സ്മൈൽ അതാണ് എന്നെ ഫ്ലാറ്റാക്കിയത്. ചെവിയിലേക്ക് പിന്നെയും പിന്നെയും കുത്തിക്കയറുന്ന നീരജയുടെ ശബ്ദം, ഓർമ്മകളെ പോലെ വെറുക്കുന്നവന്റെ മുഖവും വല്ലാതെ വലിഞ്ഞു മുറുകി. ഇത്തിരി മുന്നേ വരെ ചിരിച്ചുകൊണ്ടിരുന്നവന്റെ മുഖം പെട്ടെന്ന് മാറിയതും ശ്രീധരനും സീതയും പരസ്പരം നോക്കി. അവന്റെ മുഖത്തെ ദേഷ്യം കണ്ട് സീത എന്തോ ചോദിക്കാൻ തുടങ്ങിയതും ശ്രീധരൻ പെട്ടെന്ന് അവരെ വിലക്കി. അവന്റെ മനസ്സിൽ ആ നിമിഷം കടന്നുകൂടിയ ചിന്തയാകും
ആ മുഖത്ത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അവനുമായി അകത്തേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞൊരു ചട്ടിയുമായി ഒരുത്തി ടേബിളിന് മുകളിൽ ഇരിപ്പുണ്ട്. കയ്യിലാണെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത ഒരു വലിയൊരു സ്പൂൺ. ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന പാത്രത്തിൽ പയറുതോരനും പപ്പടവും അച്ചാറുമാണെന്ന് തോന്നുന്നു. രണ്ട് കാലും രണ്ട് സൈഡിലേക്ക് വെച്ച് നടുക്ക് കഞ്ഞിച്ചട്ടിയുമായി സ്പൂണും കൊണ്ടിരിക്കുന്നവളെ കണ്ടതും ഹരി അറിയാതെ ചിരിച്ചുപോയി. അതിലും ചിരി വന്നത് തൊട്ടു മുന്നിലായി ഒരുത്തി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുന്ന കണ്ടപ്പോഴാണ്. കണ്ണു നല്ല കുട്ടിയല്ലേ, ബലരണ്ടേ, ഷൂളി പോണ്ടേ, ബലം വെക്കണ്ടേ, സ്ട്രോങ് ഗേൾ ആവണ്ടേ, അപ്പൊ വേഗം കഴിച്ചേ. സ്പൂണ് അവളുടെ ചുണ്ടിലേക്ക് വെച്ചുകൊണ്ട് കുഞ്ഞു ഓരോന്നോരോന്ന് എണ്ണി പറഞ്ഞതും മണിക്കുട്ടി മുന്നിൽ നിൽക്കുന്ന ആരെയും നോക്കാതെ വായി തുറന്നു. ഒരു വറ്റ് ചോറ് വായിലും ബാക്കി വെള്ളവും ചോറും അവളുടെ ദേഹത്തും. അടികൊള്ളും, ആകാരം കലയിലും, പറഞ്ഞിട്ടില്ലേ ഗുഡ് ഗേൾസ് ഫുഡ് കളയില്ലാന്ന്. ഇനി കഴിഞ്ഞാൽ ഞാൻ അരിയുടെ ചൂരിൽ വെച്ച് തല്ലും. അപ്പോഴേക്കും ടീച്ചറമ്മയുടെ ഭീഷണി പിന്നാലെ എത്തി. പോത്തെ, കയണ്ട, കണ്ണു ക്ഷീണിച്ചു പോയി. അതുകൊണ്ടല്ലേ നാം ബായി തരുന്നേ. കഴിച്ച് മുഴുവൻ കഴിച്ചിട്ട് വലുതായി നമുക്ക് ജോലിക്ക് പോണ്ടേ, പൈസ വാങ്ങണ്ടേ, എന്നിച്ച് മുല്ലപ്പൂ വാങ്ങാൻ കല്യാണം കഴിച്ചണ്ടേ. ഇത്രയും കാലം മണിക്കുട്ടി എന്തൊക്കെ പറഞ്ഞാണോ അവളെ ഊട്ടിയിരുന്നത്, അത് പലിശയും പലിശയുടെ പലിശയും പിന്നെ അവൾക്ക് തോന്നിയതും ഒക്കെ കൂട്ടിച്ചേർത്തായിരുന്നു കുഞ്ഞി പെണ്ണിന്റെ അഭിനയം. അതോടെ കേട്ടതും എത്ര വേണ്ടെന്ന് വെച്ചിട്ടും ഹരിയുടെ ചിരി പൊട്ടിച്ചിരിയായി മാറിയത് എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടെയാണ് കണ്ടുകൊണ്ട് നിന്നത്. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും കഥ ഇഷ്ടമാകുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.